കേരള രാഷ്ട്രീയത്തിൽ ചില രാഷ്ട്രീയ ദമ്പതികളുണ്ട്. അതായത് താരദമ്പതികൾ എന്ന സിനിമയിൽ പറയുന്ന പോലെ രാഷ്ട്രീയത്തിനകത്ത് ഇപ്പോൾ എം വി ഗോവിന്ദനും ശ്യാമളയും, അതുപോലെ ആർ ബിന്ദുവും വിജയരാഘവനും, അതുപോലെ പിന്നെ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവും തുടങ്ങി ഇങ്ങനെ രാഷ്ട്രീയ ദമ്പതികൾ കുറച്ച് പേരുണ്ട്. അപ്പോൾ ഇവരൊക്കെയാണ് ഒരു കുടുംബം പോലെ ഇപ്പോൾ രാഷ്ട്രീയത്തിനകത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ ഇതൊരു നല്ല പ്രവണതയായിരിക്കുമോ ശരിക്കും ഈ രാഷ്ട്രീയത്തിനകത്ത് ഇങ്ങനെ ഒരു കുടുംബവാഴ്ച രീതിയിലേക്ക് മാറുന്നത്? 10 കൊല്ലം കൊണ്ട് CPM ആണ് കേരളം ഭരിക്കുന്നത്. അതിനകത്ത് വളരെ കൂടുതൽ ആക്ഷേപം പല രീതിയിലും പാർട്ടിക്ക് ഉണ്ടാകുമ്പോൾ ആ ആക്ഷേപത്തിന്റെ മൊത്തം കാരണക്കാരൻ പിണറായി വിജയനല്ല. നമ്മൾ ഈ പറയുമ്പോൾ പിണറായി വിജയന്റെ പേരിൽ ആക്ഷേപം ഉണ്ട്, അതിന്റെ മകളുടെ പേരിൽ അഴിമതി ആരോപണമുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ധാർഷ്ട്യവും അദ്ദേഹത്തിന്റെ സ്വഭാവം കൊണ്ട് ചില പ്രശ്നങ്ങളും ഉണ്ട്. മാത്രമല്ല, എത്ര പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോഴും അടുത്ത പ്രാവശ്യം അദ്ദേഹം നയിച്ചാലേ എന്തെങ്കിലും ഒരു സാധ്യതയുള്ളൂ എന്ന് പ്രതിപക്ഷത്തിനുള്ള ആൾക്കാർ നമുക്കകത്ത് രാഷ്ട്രീയം ഇല്ലാത്തവരും പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാഗത്തിനകത്തല്ല ഈ കുഴപ്പങ്ങൾ എന്ന് പറയേണ്ടി വരും. കാരണം ഇതിനകത്ത് രാഷ്ട്രീയം ഉപജീവനമാക്കിയിരിക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ പരമ്പരാഗതമായിട്ട് രാഷ്ട്രീയ പാർട്ടിക്ക് അകത്തുനിന്ന് വന്നതുകൊണ്ട്, അല്ലെങ്കിൽ വന്നതുകൊണ്ട് അവർ രാഷ്ട്രീയ നേതാക്കന്മാരാകി, പിന്നെ അവരിൽ കവിഞ്ഞ് ആരും വേണ്ട, അവരായിരിക്കണം പാർട്ടി, അവർക്കപ്പുറം ഒരു പാർട്ടി സംവിധാനം ഉണ്ടാകണ്ട, അല്ലെങ്കിൽ അവരെല്ലാ തീരുമാനങ്ങളും എടുത്ത് മുന്നോട്ട് പോകട്ടെ, അല്ലെങ്കിൽ അവർക്ക് ഉത്തരവാദിത്തങ്ങൾ മൊത്തം വേണം എന്നുള്ള ഒരു മാനസികാവസ്ഥയിൽ വന്നിരിക്കുന്ന ആൾക്കാരായി ഇപ്പൊ ഈ പറഞ്ഞ പോലെ കുറെ താരസന്തതികൾ എന്ന് പറഞ്ഞാൽ ഇത് വീട്ടിലുള്ള ഭാര്യയും ഭർത്താവും കൂടെ അങ്ങ് ഇറങ്ങിയേക്കുക. മറ്റു പലയിടത്തും നമ്മൾ പലരെയും വലിച്ചു വെക്കുമ്പോൾ ഒരു പക്ഷേ ഒരുത്തം മാത്രമേ കാണുന്നത്, രണ്ടിനെയും സഹിക്കണം. ഇപ്പൊ അതിനകത്ത് പി മോഹനെ അറിയാം, കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിട്ട് 3 ടേൺ ഇരുന്നു. ഇപ്പൊ എനിക്കൊന്ന് ജില്ലാ സംസ്ഥാന കമ്മിറ്റിയിലുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ സെക്രട്ടറിയേറ്റ് ഉണ്ടെന്ന് എനിക്ക് അറിയാം, അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയിൽ എന്തായാലും ഉണ്ട്. പുതിയ ഭരണസംഘടനയിൽ സെക്രട്ടറിയിൽ ഉണ്ടോ എന്ന് സംശയം ഉണ്ടെന്നാണ് എന്റെ തോന്നുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു മകനും അദ്ദേഹത്തിന്റെ ഒരു ഭാര്യയുണ്ട്, KK ലതിക. കാരണം അദ്ദേഹത്തിന്റെ വിചാരം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കെയർ ഓഫിൽ ആ ജില്ല മൊത്തം പോകും. അദ്ദേഹത്തിന്റെ കെയർ ഓഫിന് അപ്പുറം നിന്ന്, അല്ലെങ്കിൽ അതിനെ മറികടക്കുന്ന രീതിയിലേക്ക് വന്ന ഒരാളായിരുന്നു TP. അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് അപ്പുറത്തെ വലിയൊരു പാർട്ടിക്കാരനായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ ഇദ്ദേഹത്തിന്റെ മേഖലയിലും അദ്ദേഹത്തിന് സ്വാധീനം ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം ഇദ്ദേഹത്തെക്കാട്ടിലൊക്കെ നിഷ്പക്ഷനായ കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഒരുപക്ഷെ ഒരു ഘട്ടത്തിൽ ഈ TP-യുടെ വധം എല്ലാവരും ഇപ്പോഴും പറയുന്നത് പിണറായി വിജയൻ ഓപ്പറേറ്റ് ചെയ്തതാണ്. പിണറായി വിജയനും TP-യും തമ്മിൽ പലവട്ടം സംസാരിച്ചതാണ്. അദ്ദേഹം തിരിച്ചു വരാൻ വേണ്ടിയിരുന്നു. കാരണം അത് ഗ്രൂപ്പിന്റെ വിഷയമാണല്ലോ, ഇയാൾ VS-ന്റെ ഭാഗമായിരുന്നു. അങ്ങനെ ഗ്രൂപ്പിന്റെ വിഷയം വന്നാണ് ഒരു രീതിയിലും അംഗീകരിക്കാതെ വന്നപ്പോൾ അദ്ദേഹം അവിടെ പാർട്ടി സംവിധാനത്തെ വെല്ലുവിളിച്ച് അദ്ദേഹം പാർട്ടി ഉണ്ടാക്കി. പക്ഷേ പിണറായി വിജയൻ സംസാരിച്ച് 3 വട്ടം, എന്റെ അറിവ് ശരിയാണെങ്കിൽ അദ്ദേഹം സംസാരിച്ച് തിരിച്ചു വരാൻ നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹം തിരിച്ചു വരുന്നതിനകത്ത് അസ്വസ്ഥമാക്കി. നമ്മളന്ന് ജയരാജന്റെ പേര് പറഞ്ഞു, ജയരാജൻ ഒന്നും അറിഞ്ഞ പോലുമല്ല. ഈ കൊലപാതകം ഓപ്പറേറ്റ് ചെയ്ത് ഒരുപക്ഷെ ഈ മോഹനാണെന്ന് പറയുന്നത്. ഓപ്പറേറ്റ് അയാൾക്ക് വേണ്ടിയായിരുന്നു. അതിനുശേഷം പാർട്ടി സംവിധാനത്തോട് വിളിച്ചു പറഞ്ഞാൽ പാർട്ടിക്ക് മാറിയിക്കാൻ പറ്റുന്നില്ല. അവസാനം മോഹനിലേക്ക് പിടിവീണു. മോഹനിലെ സംശയാസ്പദ മോഹനെ അകത്ത് അന്ന് തിരുവഞ്ചൂർ ആശാൻ ഉൾപ്പെടെ ഉള്ളവർ മോഹനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി നിന്നു കൊടുക്കുകയൊക്കെ ചെയ്തു. ഇപ്പൊ വലിയ ന്യായമൊക്കെ പറഞ്ഞ പലരെയും കൊടിസുനിയും വെടിസുനിയും, അല്ലെങ്കിൽ മറ്റേ സുനിയും മറിച്ച സുനിയും ഒക്കെ പിടിച്ചെങ്കിലും ഇതിനകത്ത് ഉത്തരവാദിത്തപത്രത്തിലേക്ക് അന്വേഷണം വന്നു. മോഹനെ അറസ്റ്റ് ചെയ്തപ്പോൾ അവർ പാർട്ടികൾ കോൺഗ്രസും ഈ പറയുന്നത് പോലെ CPM-ഉം തമ്മിൽ ആധികാരികമായിട്ട് സംസാരിച്ചു. ആ കേസ് അവിടെ വെച്ച് ചവിട്ടി പിടിച്ചു. അത് സത്യമായിട്ടുള്ള കാര്യം. അതൊക്കെ നമ്മൾ വെളിയിൽ കാണുന്നതല്ല പൊളിറ്റിക്സ്. അപ്പൊ അതാണ് അവിടുന്ന് ഉള്ളത്. കോഴിക്കോട്ട് നിന്നുള്ള ഞാൻ ഈ പറഞ്ഞ 2 താരങ്ങൾ, KK ലതിക ഈ പറഞ്ഞ പോലെ നേരത്തെ അവിടുത്തെ MLA ആയിരുന്നു, കുറ്റ്യാടി MLA ആയിരുന്നു. പിന്നെ ആ സ്വഭാവം ഗുണം കൊണ്ട് പിന്നെ അവിടെ ജയിച്ചിട്ടുണ്ട്. മനസ്സിലല്ലേ? എന്നാലും വേറെ ആരും നിർത്തി മത്സരിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പൊ MV ഗോവിന്ദൻ, അദ്ദേഹം എന്തായാലും ഈ സംസ്ഥാന സെക്രട്ടറി ആയതുകൊണ്ട് ഈ പറയുന്ന ഒരു മന്ത്രിസ്ഥാനം ഉണ്ടായിരുന്നു. മന്ത്രിയായിട്ടിരുന്നപ്പോ നിങ്ങൾക്കറിയാം ഒരു കാര്യമെങ്കിലും ആ വകുപ്പിനകത്ത് നടന്നു? മോഷണമൊന്നുമില്ല. നമ്മൾ ഈ പറഞ്ഞ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താലല്ലേ അവന്റെ പേരിൽ ആരോപണം വരത്തുള്ളൂ. ചുമ്മാതിരിക്കുന്നതിന്റെ പേരിൽ പറയും. നമ്മുടെ പ്രധാനമന്ത്രിയുടെ പേരിൽ പറഞ്ഞിട്ടില്ലേ, ഗുജറാത്ത് ഇപ്പോഴത്തെ നേരത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിട്ടിരുന്നപ്പോൾ അയാൾ അഴിമതിക്കാരനാണ്, അയാൾക്ക് 100 ഡ്രസ്സുകളുണ്ട്, അല്ലെങ്കിൽ കാറുണ്ട്, ബംഗ്ലാവുണ്ട്. അവസാനം അദ്ദേഹം ജനത്തോട് പറഞ്ഞു, നിങ്ങൾ ഏതെങ്കിലും ഒരു പറഞ്ഞ കാര്യം തെളിയിച്ചു തരാമെങ്കിൽ ഞാൻ ഇന്ന് രാഷ്ട്രീയം നിർത്തിയേക്കും, വേറെ ആർക്കും പറയുന്നതൊന്നുമല്ല. അപ്പം അതിനുശേഷം അദ്ദേഹം വിമാന കച്ചവടം നടത്തി കാശ് മേടിച്ചു പറഞ്ഞു. ഇപ്പൊ അവസാനം കോടതിയല്ലേ പറഞ്ഞു. ആരോപണം വരും. നമ്മൾ ചെയ്താൽ നമ്മുടെ പേരിൽ ആരോപണമൊക്കെ വരും. ശത്രുക്കൾ വിമാനായാലും ഉണ്ടാക്കും. അപ്പൊ ഒന്നും ചെയ്യാതിരുന്നാൽ ഇവരെ പിന്നെ എന്ത് ചെയ്യാൻ? ഒന്നും ചെയ്തായിരുന്ന ഒരു ആരോപണം വരത്തില്ലെന്ന് പറഞ്ഞ ഒരു മന്ത്രി എന്തായാലും ദൈവാദിനം പോലെ ഇയാളെ കൂടെ അനുഭവിക്കേണ്ടി വന്നില്ല. അയാൾക്ക് സംസ്ഥാന സെക്രട്ടറി ആയതോട് മന്ത്രിസ്ഥാനം പോയി. ഇപ്പൊ രാജേഷിനെ ഏൽപ്പിച്ച് ഇതിനെക്കാട്ടി മെച്ചമാണ് രാജേഷ്. അദ്ദേഹത്തിന്റെ ഒരു ഭാര്യയുണ്ട്, ഈ പറഞ്ഞതുപോലെ നഗരസഭ, ആന്തൂർ നഗരസഭയുടെ ശ്യാമള, PK ശ്യാമള, അറിയാം, വലിയ വിവാദമായത് ഇടയ്ക്ക് വെച്ച്. ഇപ്പോഴും വിവാദം ധാഷ്ട്യവാ. കാരണം ഇവരെ മേടിയിൽ നിന്ന് കെട്ടിയിറക്കി കസേരയിൽ ഇരുത്തിയ പോലെ കാണുന്നത്. കാരണം ഇവരൊക്കെ മത്സരിക്കുന്ന ഈ ആന്തൂർ നഗരസഭ എന്ന് പറഞ്ഞാൽ അവിടെ പ്രതിപക്ഷമില്ല. പ്രതിപക്ഷത്തിന് മത്സരിക്കാൻ ഒക്കത്തില്ല. അവരുടെ സ്ഥാനാർത്ഥി മാത്രമേ കാണത്തുള്ളൂ. അപ്പൊ പിന്നെ എന്തു ആവാമല്ലോ. അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള സംവിധാനങ്ങളും പാർട്ടി ഗ്രാമങ്ങളും പാർട്ടി സെറ്റപ്പും ഉള്ളിടത്താ. എന്നിട്ട് വന്നിരുന്നിട്ട് ഈ വൈരാഗ്യമുള്ളവന് വൈരാഗ്യം തരുന്നു. ഈ പറയുന്ന കൺവെൻഷൻ എടുത്തു, അന്ന് കണ്ട്
ഏതാണ്ട് ആനുകൂല്യം ചോദിച്ചത് അയാൾ പാർട്ടിയുടെ ഭാഗത്ത് ആനുകൂല്യം ചോദിച്ചത് അദ്ദേഹത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാൽ അതിനെ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അയാളെ കാണിക്കാൻ ചെന്നു. അയാൾ വിദേശത്തെങ്ങാണ്ട് പോയി വല്ല കുടുംബം ഉണ്ടാക്കിയ പൈസയും കുടുംബം കൂടെ പണയം വെച്ചുണ്ടാക്കി കൺവെൻഷൻ അയാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം CPM പോലുള്ളിടത്ത് കണ്ണൂർ വെല്ലുവിളിച്ച് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഈ പറയുന്ന അവസ്ഥയല്ല. ബാക്കിയുള്ളിടത്തും പാടാ. കണ്ണൂരാകുമ്പോൾ ഒന്നും നടക്കത്തില്ല. അയാൾക്ക് മനസ്സിലായി നടക്കത്തില്ല. അയാള് അവസാനം നിവൃത്തിയായിട്ട് ആത്മഹത്യ ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ ഉൾപ്പെടെ ഉള്ളവരുടെ കുഴപ്പം കൊണ്ട് അവര് മറ്റുള്ളവന്റെ കൂടെ പോകുന്നത് കൊണ്ടാണെന്ന് പറഞ്ഞ് ദേശാഭിമാനി എഴുതുന്ന ഒരു അവസ്ഥ വന്നില്ല. അപ്പൊ അതാണ് വരുന്നത്. പിന്നെ വേറെ ഒരു പോളിറ്റ് ബ്യൂറോ MP വിജയരാഘവനെ അറിയാമല്ലോ. വിജയരാഘവൻ ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് വെച്ച് കോടിയേരി പ്രശ്നം ഉണ്ടായ സമയത്ത് കോടിയേരിയുടെ ഉത്തരവാദിത്വം വഹിച്ചുകൊണ്ട സമയത്ത് അദ്ദേഹത്തെ മാറണമെന്ന് പറയും. എന്നാ ഞാൻ മാറാം, എന്റെ പെണ്ണുപിള്ളെ മത്സരിപ്പിക്കണം, എന്റെ പെണ്ണുപിള്ളെ മന്ത്രിയാക്കണം എന്നൊക്കെ പറഞ്ഞ് ആ ഒരു സാധനം മേടിച്ചിട്ടാ സത്യം പറഞ്ഞാൽ സീറ്റ് മേടിച്ചു വരെ ജയിപ്പിച്ച് മന്ത്രിയാക്കി മാറി. സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തു നിന്ന് മാറിയപ്പോൾ അദ്ദേഹം വെച്ച നിബന്ധന, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇയാളെങ്കിൽ സംസ്ഥാന സെക്രട്ടറി ആവും വിചാരിച്ചിരുന്നില്ല, ഇയാളെ മാറ്റിയില്ല, അയാൾക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ. എന്തോ കൊടുത്തത്, പെണ്ണുമ്പിള്ളെ മത്സരിപ്പിച്ച് മന്ത്രിയാക്കി. ഇതിനു മുമ്പ് ഇവര് ഇതുപോലെ നഗരസഭയിലെ ചെയർപേഴ്സൺ ആയിട്ടുണ്ട്. ഇവരറിയാൽ ഇംഗ്ലീഷ് പ്രൊഫസറാ. ഒരു കോളേജ് ഉണ്ടായിരുന്നു, അവിടുത്തെ പ്രധാനപ്പെട്ട പ്രധാന ഉത്തരവാദിത്തപ്പെട്ട അല്ലെങ്കിൽ പ്രൊമോഷൻ അനുസരിച്ച് വേണ്ടവനെ പ്രിൻസിപ്പൾ ആക്കാതിരുന്നിട്ട് ഇവരെ മാറ്റി പ്രിൻസിപ്പൾ ആക്കാൻ വേണ്ടി സമൂഹത്തിൽ വിവാദം വന്നപ്പോൾ അയാൾക്ക് കൊടുക്കാതെ ഇവർ വൈസ് പ്രിൻസിപ്പൾ ആയിട്ട് എന്നുള്ള. പിന്നെ ഇംഗ്ലീഷിന്റെ കാര്യം അറിയാലോ, ചിന്താ ചൗറമൂരൊക്കെ പറയുന്ന ഇംഗ്ലീഷ് കേട്ടാൽ ഇംഗ്ലീഷിൽ PG കേട്ട് കഴിഞ്ഞാൽ പെറ്റതുള്ള സഹിക്കത്തില്ലെന്നൊക്കെ നമ്മൾ പറയത്തില്ല, അതുപോലെ തന്നെ ഇംഗ്ലീഷും ഒക്കെ. പിന്നെ അറിയാലോ ഈ രണ്ട് വകുപ്പാണ്. വീണ ജോർജ് ഈ ഒരു സാധനം വന്ന് കാര്യം പറയുന്നത് കേട്ടാൽ അല്ലെങ്കിൽ വർത്താനം പറയുന്നത് കേട്ടാൽ ഗുണം പിടിക്കാത്ത ഏറ്റവും വലിയ വകുപ്പുകൾ എടുത്ത് വെച്ചു. ആ വകുപ്പ് രണ്ടും പറഞ്ഞ് കുത്തുവാള എടുത്ത് നാട്ടുകാർ മൊത്തം പ്രാഗി ഉള്ള പിള്ളേരെല്ലാം ഇവിടുന്ന് പഠനവും നിർത്തി വിദേശത്തും പോയി ആകപ്പാടെ നാശമായി കിടക്കുക. അതാണ് ഒരു കുടുംബം. ഇനി ഏറ്റവും അവസാനം സച്ചിൻ ദേവ് എന്ന് പറഞ്ഞ ഒരു താരമുണ്ട്. ബാലുശ്ശേരി MLA ആയിരുന്നു, മര്യാദക്കാരനായിരുന്നു കാര്യം പറഞ്ഞു. എനിക്ക് അവനെ നേരത്തെ അറിയാം. അതിവിടെ വന്ന് ഈ പറഞ്ഞതുപോലെ ഒരു ബേബി നഗരസഭ അല്ലെങ്കിൽ മേയർ ബേബി മേയർ എന്നൊക്കെ അറിയപ്പെടുന്ന ആര്യാരായൻ എന്ന് പറഞ്ഞൊരു സാധനം വന്നു. അവിടെ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് അന്ന് ഇത് MLA ആവുന്നത്, അല്ലാതെ ഇപ്പം CPM ഇതിനെ ആക്കിയതല്ല. അന്ന് എനിക്ക് തോന്നുന്നു ശിവൻകുട്ടിയുടെ ഗ്രൂപ്പിനെ മറികടന്ന് പണ്ട് നേരത്തെ മന്ത്രിയായിട്ടിരുന്നിട്ടുണ്ടായിരുന്നു, ദേവസ്വം മന്ത്രിയായിട്ടിരുന്ന കടകംപള്ളി, അദ്ദേഹത്തിന് ആളിനെ വെക്കണമായിരുന്നു. അദ്ദേഹത്തിന്റെ ഗ്രൂപ്പായിട്ടുള്ള വേറെ പ്രധാനപ്പെട്ട മേയറായിട്ട് മത്സരിച്ച് ആള് തോറ്റുപോയപ്പം അതിനകത്ത് വന്ന ഗ്രൂപ്പിനകത്ത് ഈ ബേബി മേയറെ ആക്കി. ബേബി മേയർ എന്ന് പറഞ്ഞാൽ വാടക വീട്ടിൽ കിടക്കുമായിരുന്നു. നമ്മൾ വാടക വീട്ടിൽ എല്ലാവർക്കും കിടക്കാം, സമ്പത്തിന്റെ അത്രയൊക്കെ വാടക വീട്ടില്ല, നമുക്ക് എല്ലാവർക്കും സമ്പത്തൊന്നും കാണത്തില്ല. അതൊരു ആക്ഷേപമായിട്ടല്ല ഞാൻ പറയുന്നത്. കിടക്കുമായിരുന്നു. അതേ രീതി മാർഗമില്ലാത്ത ചന്തയും തള്ളയുള്ള ഇതിനകത്തോട്ട് വന്ന് ഈ കസേര കയറിയിരുന്ന ആൾക്കാർ വന്ന് രാവിലെ സല്യൂട്ട് അടിക്കാൻ തുടങ്ങി. ഇവരാകപ്പാടെ പൊങ്ങി നാശമായി. റോഡേ പോയി, ഇവരുടെ മുമ്പേ വണ്ടി പോകാനൊക്കത്തില്ല, പുറേ വണ്ടി പോകാനൊക്കത്തില്ല. ഇവര് വണ്ടിക്കകത്തിരിക്കുന്നത് ഇവരാ പോകുന്നതെന്നുള്ള രീതിയിൽ അറിയണം. നമുക്കറിയാലോ, ഒരു പ്രാവശ്യം രാത്രോതി വന്നപ്പോൾ അതിനകത്ത് വണ്ടി കുത്തിക്കയറ്റി. അന്ന് ഏതാണ്ട് ഭാഗ്യം കൊണ്ട്, അല്ലെങ്കിൽ വെടിവെച്ചവർ ഊരെ കളഞ്ഞു. പ്രോട്ടോകോൾസ് ഇത്രയ്ക്ക് അഹങ്കാരം പിടിച്ച് എല്ലാ നാശവും ഉണ്ടാക്കി, പാർട്ടിക്ക് നാശം ഉണ്ടാക്കി വന്നു. സച്ചിൻ ദേവ് എന്ന് പറഞ്ഞാൽ അവരെ ബാലുശ്ശേരിയിൽ പാർട്ടിക്ക് വേണ്ടപ്പെട്ട ഒരു സീറ്റാണ്. ആര് നിന്നാലും ജയിക്കുന്ന ഒരു സീറ്റാണ്. നല്ലൊരു പയ്യനായതുകൊണ്ട് നാളെ കാലത്തെ പാർട്ടിക്ക് കിട്ടുമെന്ന് പറയുന്നത് മത്സരിപ്പിച്ചു. ഇപ്പൊ ഇല്ല പറഞ്ഞതുപോലെ ഇതിന്റെ നേരിലും പിടിച്ച് തിരുവനന്തപുരത്തുണ്ട്. ആ മണ്ഡലത്തിൽ പോലും ചെല്ലുന്നില്ല, അല്ലെങ്കിൽ നാശം ഉണ്ടാക്കുന്ന ഈ രണ്ടുപേരും. അല്ലെങ്കിൽ ഇങ്ങനെ കുറെ ആൾക്കാർ, ഈ പറയുന്ന മോഹൻ നായരും കൊള്ളാം, അവരുടെ CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയായാലും കൊള്ളാം, ഈ പറയുന്നത് പോലെ പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവന്റെ ഭാര്യയായാലും കൊള്ളാം, ഇവരെല്ലാം കൂടെ ഈ രാജ്യം ഭരിച്ച് അല്ലെങ്കിൽ കെയർ ഓഫില് ഈ പറയുന്ന CPM എന്ന് പറയുന്ന പാർട്ടിയെ നാളെ കാലത്ത് മൂന്നാമത് അധികാരത്തിൽ വരാൻ സാധ്യത കെടുത്തുന്നതിനകത്ത് പ്രധാനപ്പെട്ട കക്ഷികളായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. കാരണം പാർട്ടിക്ക് പൊതുമധ്യത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എങ്ങനെയായിരിക്കണം എന്നുള്ള രീതിയിൽ നിന്ന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ദമ്പതിമാരുടെ കൂട്ടത്തിൽ എടുക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 4 ദമ്പതിമാരുടെ പേരാണ് നമ്മൾ പറഞ്ഞത്. അപ്പം അടുത്ത പ്രാവശ്യം ഈ പറഞ്ഞ പോലെ മൂന്നാമതും അധികാരത്തിൽ വരാൻ ശ്രമിക്കുന്ന പിണറായി വിജയന് എന്തെങ്കിലും കോട്ടം സംഭവിക്കുന്നത് പിണറായിയുടെ മാത്രം ഭാഗമായിട്ടല്ല, ഇതുപോലുള്ള താരദമ്പതിമാരും ഇതുപോലുള്ള വീണാ വിജയന്മാരും അല്ലെങ്കിൽ ഈ മോഹന്റെ ഭാര്യ ലതികയുടെ കൂട്ടുള്ള സഹാർത്ഥികളും അവരുടെ മക്കളും അല്ലെങ്കിൽ മറ്റു ചിലരും ആൾക്കാരും ഒക്കെ ആയിരിക്കും എന്ന് നമ്മൾ വിചാരിക്കേണ്ടി വരും. ഏതായാലും ഇതിനകത്ത് പ്രധാനമായിട്ടും നമുക്ക് ഇനിയുണ്ട്, പരിശോധിച്ചാൽ താപ്പോട്ടുണ്ട്. ഈ പാർട്ടി കുടുംബമായിട്ട് ഇറങ്ങി ഒന്ന് നന്നാക്കാൻ നിൽക്കുന്നതായിട്ട് തോന്നിപ്പിച്ച് അതുകൊണ്ട് ഉപജീവന മാർഗം നടത്തി മുന്നോട്ട് പോകുന്ന പല രീതിയുടെ പല ഘട്ടം. ഇപ്പൊ ഈ പറഞ്ഞ MV ഗോവിന്ദന്റെ ഭാര്യ ആയതുകൊണ്ട് നഗര ചെയർപേഴ്സൺ ആവും. താപ്പോട്ട് വരുമ്പോൾ ഏരിയ സെക്രട്ടറിയുടെ ആണെങ്കിൽ ചില പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് മെമ്പറൊക്കെ ആവത്തുള്ളൂ. അപ്പൊ ഓരോരുത്തരുടെ പൊസിഷൻ അനുസരിച്ചായി ഭാര്യമാരുടെ പൊസിഷൻ തീരുമാനിക്കുന്നു. മേപ്പോട്ട് വരുമ്പോൾ വലിയ പൊസിഷൻ വരും, താപ്പോട്ട് വരും. ഇത് വരും. നോക്കുമ്പോൾ ഞങ്ങൾ രാവിലെ തൊട്ട് CPM വേണ്ടി ഇറങ്ങും, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കാൻ ഇറങ്ങും, സാധാരണക്കാരനെ ഉണ്ടാക്കാൻ ഇറങ്ങും, ഉദ്ധരിക്കാൻ ഇറങ്ങും എന്നൊക്കെ പറയും. ഉദ്ധരിക്കുന്ന കാര്യമൊക്കെ ഇതിലില്ല. സ്വന്തം കുടുംബവും സ്വന്തം താല്പര്യവും സ്വന്തം പോസ്റ്റുകളും
അല്ലെങ്കിൽ വരുമാന മാർഗവും ഒക്കെ ഉദ്ധരിക്കും. അപ്പൊ ഇതും ഒരു കാരണമായേക്കാം ഈ താരദമ്പതികളുടെ വിളയാട്ടം കേരളത്തിൽ എന്ന് വേണം പറയേണ്ടത്.